സ്വാഗതം 20 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സര ചിത്രം പരിശോധിക്കുന്ന 20 ഇന്ന് കോട്ടയമാണ്. LDFനും UDFനും വേണ്ടി കേരള കോൺഗ്രസുകൾ നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലം. NDAയിൽ BDJS ആണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴിക്കാടൻ LDFന് വേണ്ടി മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് UDFന് വേണ്ടി മത്സരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് മാണി ഇടതുമുന്നണിയിലെത്തിയതോടെ ആ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. നമുക്ക് ആദ്യം സ്ഥാനാർത്ഥികളുടെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊപ്പം ഉള്ളത് എയ്ഡത്തിൻ്റെ ചീഫ് എഡിറ്റർ CL തോമസ് ആണ്. CL തോമസ്, ഈ തോമസ് ചാഴിക്കാടൻ സിറ്റിംഗ് MP ആണ്, നേരത്തെ MLA ആയിരുന്നു, ദീർഘകാലമായി കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ പരിസരങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ സജീവമാണ്. ആ നിലയ്ക്കൊരു അഡ്വാൻറ്റേജ് തോമസ് ചാഴികാടനുണ്ടോ? തീർച്ചയായിട്ടും അതൊരു തോമസ് ചാഴികാടൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. മാത്രമല്ല MP എന്നുള്ള നിലയിൽ ഒരു പൊതു സ്വീകാര്യനാണ് തോമസ് ചാഴികാടൻ. മറ്റൊരു കാര്യം, MP ഫണ്ട് 100% വിനിയോഗിച്ച കേരളത്തിലെ ഏക MP ആണ് തോമസ് ചാഴികാടൻ. പിന്നെ സുതാര്യമായ ഒരു പൊതുപ്രവർത്തന ജീവിതം അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജാണ്. ഇതുവരെ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണത്തിൻ്റെ ഒരു നിഴലും വീണിട്ടില്ല. പിന്നെ മാത്രമല്ല, അയലത്തെ ഒരാൾ എന്ന പോലെയാണ് കോട്ടയത്ത് ചാഴികാടൻ. അതായത് ഏത് സമയത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഒരാൾ. സാമാന്യമായി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ. അങ്ങനെ കോട്ടയത്ത് അദ്ദേഹം MP ആയിരുന്നു. ഏറ്റുമാനൂരിൽ വളരെ വർഷങ്ങൾ MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയത്തിന് സുപരിചിതരാണ് ചാഴികാടൻ. അതേപോലെ തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജിനും ഇതെല്ലാം ബാധകമാണ്. അദ്ദേഹം ഇടത് മുന്നണിയുടെ MP ആയിട്ടാണ് ഇത്രയും കാലം തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരു തമാശ, ഇത്രകാലം ഇടത് മുന്നണി ഇതേ വിശേഷങ്ങളൊക്കെ ഫ്രാൻസിസ് ജോർജിനും ചേരും. ജനകീയനാണ്, സുതാര്യമായ ജീവിതമാണ്, ഒരു തരത്തിലുള്ള ആരോപണങ്ങളിലും നേരിടാത്ത വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹം കോട്ടയത്ത് ആദ്യമാണ്. നേരത്തെ ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം MP ആയിരുന്നത്. കോട്ടയത്ത് അദ്ദേഹത്തിന് ആദ്യത്തെ മത്സരമാണ്. പക്ഷേ കേരള കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ വൈകാരികമായൊരു അടുപ്പം ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജിനോട് ഉണ്ടാവാം. കാരണം അതിൻ്റെ സ്ഥാപക നേതാവ് KM ജോർജിൻ്റെ മകനാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇടുക്കിയിലെ സ്വീകാര്യത ഫ്രാൻസിസ് ജോർജിന് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് അവകാശപ്പെടാൻ സാധിക്കുമോ? രാജീവ്, ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ദേശം കണക്കാക്കിയുള്ള ഒരു സ്വീകാര്യതയല്ല വാസ്തവത്തിൽ ഇലക്ഷൻ്റെ ഇഷ്യൂ ആയിട്ട് വരിക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ മുമ്പിൽ. ഫ്രാൻസിസ് ജോർജ്, ഞാൻ നേരത്തെ തോമസ് ചാഴികാടനെ കുറിച്ച് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഫ്രാൻസിസ് ജോർജിനും ചേരുന്നതാണ്. ഇവിടെയുള്ളതെന്ന് വെച്ചാൽ തോമസ് ചാഴികാടന് ഈ മണ്ഡലത്തിൽ കൂടുതൽ പരിചയമുണ്ട്. അത്ര പരിചിതനല്ല ഫ്രാൻസിസ് ജോർജ്. അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുപ്രശ്നങ്ങളിൽ ഫ്രാൻസിസ് ജോർജിന് ഇടപെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി വ്യക്തിത്വങ്ങളെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ നേരത്തെ വൈകാരികമായ അടുപ്പത്തിൻ്റെ പ്രശ്നം അതിന് കേരള കോൺഗ്രസ് വൈകാരികമായി കോട്ടയം ജില്ലയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് KM മാണിയോട് തന്നെയാണ്. KM ജോർജ് ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള അത് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈകാരികമായ കേരള കോൺഗ്രസുകാരുടെ ഒരടുപ്പം KM ജോർജിനേക്കാൾ കോട്ടയം ജില്ലയിൽ തീർച്ചയായിട്ടും KM മാണിയോട് തന്നെയാണ്. പക്ഷേ KM ജോർജ് ആദരണീയനായ വ്യക്തിയായിട്ട് തന്നെയാണ് കോട്ടയത്ത് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആനുകൂല്യം ചെറിയ തോതിൽ ഫ്രാൻസിസ് ജോർജിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. 2 കേരള കോൺഗ്രസുകൾ എടുത്താൽ ആർക്കായിരിക്കും ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനം എന്നൊരു ചോദ്യമുണ്ടല്ലോ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആസ്ഥാനമായ പാല കഴിഞ്ഞാൽ അവർക്ക് മറ്റ് മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടോ? സ്വാധീന ശക്തി തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിൽ ഈ 2 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പാല
പാലാ വാസ്തവത്തിൽ കേരള കോൺഗ്രസ് സ്വാധീനം എന്നുള്ളതിനേക്കാൾ കെ എം മാണി സ്വാധീനമാണ് പാലയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. കെ എം മാണി മത്സരിക്കാതിരുന്ന ഒരു അവസ്ഥയിൽ അവിടെ കേരള കോൺഗ്രസ് തോറ്റു. അതും കോട്ടയം ജില്ലയിൽ നിന്ന് 3 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജയിച്ച ഒരു ഇലക്ഷനിൽ പാലയിൽ കെ എം മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണി തോൽക്കുന്നതാണ് നാം കണ്ടത്. പക്ഷേ പാലയിലെ കേരള കോൺഗ്രസിന് അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ, ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ തന്നെയുണ്ട്. മാണിസാറിനൊപ്പം നിന്നിരുന്ന തലമുതിർന്ന പല നേതാക്കന്മാരും മാണിസാർ പോയതോടുകൂടി പാലയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. കൂടുതൽ ജനസ്വാധീനം ഉള്ള പാർട്ടി കോട്ടയം ജില്ലയിൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ്. അതിൽ അവർക്ക് ചെറുതല്ലാത്ത സ്വാധീനം ഏറ്റുമാനൂർ, കടുത്തുരുത്തി, കോട്ടയം എന്നീ മണ്ഡലങ്ങളിലുണ്ട്. പാലായിലും സ്വാഭാവികമായ സ്വാധീനമുണ്ട്. ആ തരത്തിൽ കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഉള്ള ഒരു സ്വാധീനം ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിലില്ല. അത് കോട്ടയം ജില്ലയിലെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്ത് ഒത്തിനെടുത്തു കഴിഞ്ഞാൽ കോട്ടയമാണ് ഇതിൻ്റെ കേന്ദ്രം എന്നുള്ളത് ശരിയാണ്. ഇടുക്കിയുമുണ്ട്. ഇപ്പോൾ പി ജെ ജോസഫ് നേതാവായ കേരള കോൺഗ്രസ്, ആ കേരള കോൺഗ്രസിനെ മോൻസ് ജോസഫ് തുടർച്ചയായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ് കടുത്തുരുത്തി. അവിടെ കേരള കോൺഗ്രസിനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, മുൻ കേരള കോൺഗ്രസ് ജോസഫ്, ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന് തന്നെയാണോ കൂടുതൽ സ്വാധീനം? അവിടെയും അല്ല കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുണ്ടോ? ഇതിൽ കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ളൊരു മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി. പക്ഷെ മോൻസ് ജോസഫിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള സ്വീകാര്യത വളരെ പ്രബലമാണ് കടുത്തുരുത്തി. അത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മതി, കേരള കോൺഗ്രസിൻ്റെ സ്വാധീനത്തെക്കാളേറെ മോൻസ് ജോസഫ്. ഇതിനകത്തൊക്കെ ഒരു വസ്തുതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരള കോൺഗ്രസ് ഉണ്ടായ കാലത്ത് ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ UDF നിൽക്കുന്ന, അന്ന് ഉണ്ടായ കാലത്ത് കോൺഗ്രസും അത് UDF ഇല്ല. 1965 കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത്. ആ കാലത്ത് UDF ഇല്ല. അന്ന് കോൺഗ്രസിനെ ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറിയതോ ആയ ഒരു ശക്തി കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഉണ്ടായി, അവിഭക്ത കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് പിന്നെ പലതായിപ്പോയി. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ഇടക്കാലത്ത് 1980 മാണി ഗ്രൂപ്പ് LDFിനൊപ്പം വന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. 2 കൊല്ലത്തേക്ക് അവർ LDFിനൊപ്പമായിരുന്നു. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് LDFിനൊപ്പം നിന്നത് ജോസഫ് ഗ്രൂപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ UDF ആയി ഇത് മാറിയതിന് ശേഷം കേരള കോൺഗ്രസിന് ശക്തി ക്ഷയിക്കുകയുണ്ടായത്. ഇപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും, കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ പല സ്ഥലങ്ങളിലും ഒരു കാലത്ത് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുന്ന പാർട്ടിയായിരുന്നു. പക്ഷേ പിന്നീട് UDF കാലം വന്നതോടുകൂടി കോൺഗ്രസ് തന്നെയാണ് ഈ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി. കേരള കോൺഗ്രസിൻ്റെ പഴയ ശക്തി കുറയുകയും ആ കേരള കോൺഗ്രസ് ആയിരുന്ന ജനങ്ങൾ കോൺഗ്രസിലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ട് ഇത് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിനേക്കാൾ UDFിൻ്റെ ഏറ്റവും പ്രബലമായ ശക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ആ UDF ആയി നിന്ന മോൻസ് ജോസഫാണ്. LDF ആയിരുന്നപ്പോഴും മോൻസ് ജയിച്ചു. ഈ UDF ആയിട്ടും LDFിൽ നിന്ന് വിട്ട് UDFിലേക്ക് വന്നപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് മോൻസ് ജോസഫ് കടുത്തുരുത്തി ഒരു സ്വന്തം മണ്ഡലമാക്കി ഡെവലപ്പ് ചെയ്തു. അവിടെ മോൻസ് ജോസഫിന് വളരെ കൃത്യമായ സ്വീകാര്യതയുണ്ട്, വളരെ വലുതായ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അത് അയാളുടെ വ്യക്തിപരമായ സ്വാധീനം കൂടെയാണ്. റൈറ്റ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ്സുകളെ വിട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടി. രണ്ടാമത്തെ പാർട്ടി ഒരുപക്ഷെ CPIM തന്നെയായിരിക്കും. മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ കോട്ടയം, പുതുപ്പള്ളി, പിറവം, കടുത്തുരുത്തി എന്നിവ UDFന് കൃത്യമായ മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പാലയിൽ UDF ആണ് 2021 നിയമസഭയിലേക്ക് ജയിച്ചത്. അതിന് തൊട്ട് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ജയിക്കുകയും 2021 മാണി സി കാപ്പൻ LDF വിട്ട് UDFിൽ മത്സരിച്ചിട്ട് 2021 ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുകയും ചെയ്ത മണ്ഡലമാണ്. പക്ഷേ പാലയിൽ ഈ രണ്ടു കൂട്ടർക്കും തുല്യശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റുമാനൂരും വൈക്കവും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളായിട്ട് കണക്കാക്കാം. നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. ഇതേ കണക്ക് ഇതേ പാറ്റേണിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് മത്സരിക്കുന്നു എന്നത്
പിറവം, കടുത്തുരുത്തി, പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് സമാഹരിക്കാൻ ഇടതുപക്ഷത്തെ സഹായിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ കോട്ടയത്ത് മണ്ഡലത്തിൽ ചെറിയ സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പുതുപ്പള്ളി മണ്ഡലത്തിൽ അത്തരമൊരു സാധ്യത കാണാനില്ല. പിറവത്തും അത് കാണാനില്ല. രാജീവ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അത് LDF കൂടെ ചേരുമ്പോൾ അത് ഒരു തരക്കേടില്ലാത്ത വലിയ ഒരു ശക്തിയായിട്ട് തന്നെ ഏറ്റുമാനൂരിൽ നിൽക്കുന്നുണ്ട്. വൈക്കത്ത് കേരള കോൺഗ്രസിന്റെ ശക്തിയല്ല. വൈക്കം, കോട്ടയം, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത, ഒരിക്കൽ തോറ്റിട്ടുണ്ട് ഇടതുപക്ഷം എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ജയിച്ചു വന്നിട്ടുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്. അതെപ്പോഴും മോശമല്ലാത്ത ഭൂരിപക്ഷം തന്നെ അവിടുന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പൊ വൈക്കത്ത് ഉള്ള ശക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തിയാണ്. ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസിന് അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുകയും ചെയ്യും. അതേപോലെ ഈ തെരഞ്ഞെടുപ്പിനുള്ളൊരു സാധ്യത കടുത്തുരുത്തിൽ ഇടതുപക്ഷത്തിന് പണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ചെയർമാനായിട്ടുള്ള PC തോമസ് അല്ല, വേറെ ഒരു PC തോമസ് കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോ കടുത്തുരുത്തിയിൽ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഒരുപക്ഷെ അതിലെ തോമസ് ചാഴികാടന്റെ സമുദായവും ഒരു ഘടകമായി വന്നാൽ, ആ ഘടകം പ്രവർത്തിച്ചാൽ കടുത്തുരുത്തിയും ഒരുപക്ഷെ LDFിനൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാജ്യം ഓർക്കേണ്ട ഒരു കാര്യം, കേരള കോൺഗ്രസ് ഈ ജില്ലയിൽ നിന്ന്, കോട്ടയം ജില്ലയിൽ നിന്ന് 3 മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ആ ഒരു മണ്ഡലവും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്നില്ല. അതിലെ പൂജാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ട ജില്ലയിലും, ചങ്ങനാശ്ശേരി, പത്തനംതിട്ട ജില്ലയല്ല, പത്തനംതിട്ട മണ്ഡലത്തിലും, ചങ്ങനാശ്ശേരി, മാവേലിക്കര മണ്ഡലത്തിലുമാണുള്ളൂ. അപ്പൊ കേരള കോൺഗ്രസ് ജയിച്ച ഒരു മണ്ഡലവും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്നില്ല. ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, അത് ഇടതുപക്ഷ തരംഗം ആഞ്ഞു വീശിയ ഒരു സമയമാണ്. ആ സമയത്തും ഇപ്പോൾ ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലങ്ങളിലെ 7 മണ്ഡലങ്ങളിൽ 5ലും UDF ആണ് ജയിച്ചതെന്നുള്ള ഒരു വാസ്തവമാണ്. ഏറ്റുമാനൂരും വൈക്കത്തും മാത്രമാണ് LDFിന് ജയിക്കാൻ കഴിയും. റൈറ്റ്. കോട്ടയത്തെ കേരള കോൺഗ്രസ്സുകാരുടെ ഒരു വൈകാരിക സംഗതി എന്നുള്ളത് KM മാണിയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ അവർക്ക് വൈകാരികമായ ഒന്നാണ് അവരുടെ ചിഹ്നമായ 2 അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പക്കലുണ്ട്. ചാഴിക്കാടൻ മത്സരിക്കുന്നത് 2 ചിഹ്നത്തിലാണ്. ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ഓട്ടോറിക്ഷയാണ്. ഈ 2 ചിഹ്നമുണ്ട് എന്നുള്ളത് തോമസ് ചാഴിക്കാടന് ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂല ഘടകമായി മാറുന്നുണ്ടോ? ഇതില് നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ആളുകൾ പൊതുവിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരായിരുന്നില്ല. 1980 പാർലമെന്റിലാണെങ്കിൽ 1980 സ്കറിയ തോമസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. അതേപോലെ തന്നെ ആ ഒരു 2 വർഷം തികച്ചില്ല, 18 മാസത്തെ ഒരു ഇടതുപക്ഷ ബന്ധമാണ് കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്രയും വർഷത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മാണി ഗ്രൂപ്പിന്റെ മുഴുവൻ അണികൾക്കും ഈ ബന്ധം പൂർണ്ണമായും യോജിച്ചു പോകാൻ പറ്റുന്ന ഒന്നായിക്കൊള്ളണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ 2 ചിഹ്നത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. 2 ചിഹ്നം എല്ലാ കാലത്തും കേരള കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്നു. തോമസ് ചാഴികാടന്റെ മുഖ്യ പ്രചരണത്തിൽ ഒരു കാര്യം 2 മാത്രമേ താൻ മത്സരിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോ ഇപ്പോ ഇടതുപക്ഷത്തേക്ക് വന്നാലും കഴിഞ്ഞതോടെ UDFിലായിരുന്നപ്പോഴും തോമസ് ചാഴികാടന്റെ ചിഹ്നം 2 ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോഴും 2 ഇപ്പോഴും തോമസ് ചാഴികാടൻ 2 ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ഇടതുപക്ഷ വിരുദ്ധര അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകാൻ പറ്റാത്ത കേരള കോൺഗ്രസ് അണികൾക്ക് ഒരുപക്ഷെ ഈ 2 ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അത്ര മടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ 2 ചിഹ്നം തോമസ് ചാഴികാടന് ഒരു നേട്ടം തന്നെയായി ഭവിക്കാനാണ് സാധ്യത. നമ്മൾ ഈ സാധ്യതകൾ പറയുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം കൂടി നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ പുതിയ കോട്ടയം വരുന്നതിന് മുമ്പ് പഴയ കോട്ടയത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ
വലിയ കൗതുകമോ വലിയ അത്ഭുതമോ സമ്മാനിച്ചത് 1984 തെരഞ്ഞെടുപ്പാണെന്ന്. ഞാൻ പഴയ കോട്ടയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 84 തെരഞ്ഞെടുപ്പാണെന്ന് പറയും. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പക്ഷേ കെ സുരേഷ് കുറുപ്പ് ഒരു അട്ടിമറി വിജയം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപക്ഷെ എൻ്റെയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതങ്ങളിലൊന്നായിരുന്നു 1984 കോട്ടയത്തെ സുരേഷ് കുറുപ്പിൻ്റെ വിജയം. പക്ഷേ 2009 പുതിയ കോട്ടയം മണ്ഡലം രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷം UDFും അതിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എമ്മും മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. 2009 ജോസ് കെ മാണി, അദ്ദേഹം കെ സുരേഷ് കുറുപ്പിനെ തന്നെയാണ് തോൽപ്പിക്കുന്നത്. 2014 വീണ്ടും ജോസ് കെ മാണി, അന്ന് 1,20,599 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ജോസ് കെ മാണിക്ക്. 2019 തോമസ് ചാഴിക്കാടൻ, അന്ന് ചാഴിക്കാടൻ UDFിനൊപ്പമാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൽ CPMലെ VN വാസവനെ തോൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1,06,251 വോട്ടായിരുന്നു. ഈ വലിയ വിജയങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് എത്ര പങ്കുണ്ട്? കോൺഗ്രസിൻ്റെ വോട്ടുകളാണോ കേരള കോൺഗ്രസിനെ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കുന്നത്. സി എൽ തോമസ് നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ഭിന്നമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFന് അവിടെ കിട്ടുന്നത്? അത് തീർച്ചയായിട്ടും അതെ. അതിൻ്റെ മുഖ്യ ഘടകം കോൺഗ്രസിൻ്റെ സ്വാധീനം തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കാം, കോട്ടയം മണ്ഡലത്തിൽ പൊതുവിൽ കോട്ടയം ഇപ്പോൾ ഈ 17 പ്രാവശ്യം നമ്മുടെ 2019 വരെയുള്ള നടന്നിട്ടുള്ള 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 12 തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസോ പിന്നീട് UDFോ ആണ്. 57ലും 62ലും മാത്യു വഴിയങ്ങാടൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിക്കുന്നത്. സുരേഷ് കുറുപ്പിന് മുമ്പ് 1967 KM എബ്രാഹാം CPM സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് ജയിച്ചിട്ടുണ്ട്. അതാണ് കോട്ടയത്തെ ആദ്യ ജയം. പിന്നീട് ഇങ്ങോട്ട് 1980 അന്ന് പാടി കേരള കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന സ്കറിയ തോമസ് ആ മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോൾ ഇടതുപക്ഷ ബാനറിൽ ജയിച്ചു. പിന്നീട് 84 സുരേഷ് കുറുപ്പ് ജയിച്ചതും സുരേഷ് കുറുപ്പ് അത് 98ലും 99ലും ആ വിജയം ആവർത്തിക്കുകയും ചെയ്തു. പുതിയ കോട്ടയം മണ്ഡലം വന്നതിന് ശേഷം പിന്നീട് അവിടുന്ന് ഇടതുപക്ഷത്തെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. അപ്പൊ കേരള കോൺഗ്രസിന് ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിലാണ് തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പിനേക്കാൾ കോട്ടയത്ത് ജനസ്വാധീനമുള്ള പാർട്ടി. ആ ജനസ്വാധീനം കോൺഗ്രസിന്റെ ശക്തിയുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ജയങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ കോട്ടയം അടിസ്ഥാനപരമായി ഒരു UDF മണ്ഡലമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ആളുകളുടെ കൂടുതലുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അത് രണ്ടാമത്തെ പാർട്ടി CPM ആണ്. LDFന് ആ തരത്തിൽ ശക്തിയുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ മാണി കേരള കോൺഗ്രസ് കൂടെ LDFന്റെ കൂടെ പോന്നപ്പോൾ LDFന്റെ ശക്തി നിലനിന്നിരുന്ന LDFന്റെ ശക്തി കുറെ കൂടെ കൂടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഈ ഇവരുടെ മാണി കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം കൂടി വരുമ്പോൾ. പക്ഷേ ഒരു UDF മണ്ഡലമായ കോട്ടയത്ത് ഈ വിജയങ്ങളുടെ UDFന്റെ വിജയത്തിന് അവിടെ കേരള കോൺഗ്രസ് ജയിച്ചെങ്കിലും അതിന്റെ ഏറ്റവും നട്ടല് എന്ന് പറയാവുന്നത് കോൺഗ്രസിന്റെ ശക്തി തന്നെയാണ്. കേരള കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ കേരള കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകൾ എടുക്കുമ്പോൾ ശക്തി ഉള്ള പാർട്ടി മാണി ഗ്രൂപ്പ് തന്നെയാണ്. അത് UDFന്റെ ഭാഗമായിട്ട് നിന്നപ്പോഴത്തേക്കും അത് ഒറ്റ പാർട്ടി പോലെ പ്രവർത്തിക്കുകയും അങ്ങനെ ഈ വിജയങ്ങൾ കരസ്ഥമാക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് വേറൊരു പാഠമാണ്. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഈ 3 മണ്ഡലങ്ങളും ശക്തമായ UDF മണ്ഡലങ്ങൾ തന്നെയാണ്. ആ 3 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞു എന്നൊന്നാൽ ഇടതുപക്ഷ മുന്നണിയിൽ വന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കേരള കോൺഗ്രസിന് ഒരു നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം കോട്ടയം മണ്ഡലത്തിൽ ഉണ്ട്. അതിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു സാമുദായിക ഘടന നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഏതാണ്ട് 43% വരും. 7%-ലധികം മുസ്ലിങ്ങളുണ്ട്. ബാക്കി വരുന്ന 49% ഹിന്ദുക്കളിൽ ഈഴവ നായർ വിഭാഗങ്ങളാണ് അധികം. ഈ സാമുദായിക ഘടകങ്ങൾ കേരള കോൺഗ്രസ് എം മുന്നണി മാറി മത്സരിക്കുന്ന ഒരു കോട്ടയം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സാമുദായിക ഘടകങ്ങൾ ഏതെങ്കിലും തരത്തിൽ
തോമസ് ചാഴിക്കോട്ടിന് അനുകൂലമായോ പ്രതികൂലമായോ, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന് അനുകൂലമായോ പ്രതികൂലമായോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ? സാമുദായിക ഘടകങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാനായ കൺസോൾട്ടേഷൻ ഉണ്ടായാലും അത് സ്വാധീനിക്കുക ഏറ്റുമാനൂരും കടുത്തുരുത്തിയുമാണ് ഏറ്റവും പ്രബലമായി സ്വാധീനിക്കുക. അത് കഴിഞ്ഞാൽ പാലയിലും കോട്ടയത്തും ചെറിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാവും. ആ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ ഒരുപക്ഷെ കടുത്തുരുത്തിയിൽ തോമസ് ചാഴികാടന് ഭൂരിപക്ഷം നേടുക എന്നുള്ളത് അത്ര വിഷമം പിടിച്ച ഒരു കാര്യമാവില്ല. പക്ഷേ ആ സമുദായം ആ നിലയ്ക്ക് തന്നെ അതിന് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിനുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് വെച്ച് തുഷാർ വെള്ളാപ്പള്ളി. ഇതിനുള്ളൊരു സംഭവം നിയമസഭാ ഇലക്ഷനുകളിൽ തന്നെ അതിലേക്ക് നമ്മൾ പിന്നീട് വരുമെന്നും ആ സ്വാധീനം ഇടതുപക്ഷ BDJS നിൽക്കുന്നു എന്നുള്ളത് BJPയുടെ ഒരു സ്ഥാനാർത്ഥി വരുന്നതിനേക്കാൾ ഇടതുപക്ഷ വോട്ടുകൾക്ക് ചോർച്ചയുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതിനപ്പുറം സാധാരണഗതിയിൽ NSSന്റെ വോട്ടുകൾ UDFിൽ തന്നെയാണ് നിൽക്കാറുള്ളത്. NSSന്റെ വോട്ടുകൾ എന്ന് ഞാൻ പറയുമ്പോൾ NSS പ്രവർത്തകരുടെ വോട്ടുകൾ എന്നാണ്, മുഴുവൻ നായർ സമുദായ അംഗങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷക്കാരായ നായർ സമുദായത്തിൽപ്പെട്ടവർ ഇടതുപക്ഷത്ത് വോട്ട് ചെയ്യും. NSS ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ വോട്ടുകൾ ഈ സമദൂരം പറയുമ്പോൾ പോലും കൂടുതലും UDFിലേക്ക് തന്നെയാണ് പോവുക. അത്തരത്തിലുള്ള ഒരു സ്വാധീനം എന്നുള്ളതിനപ്പുറം അതേപോലെ UDFിന്റെ ഭാഗത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ കത്തോലിക്ക പള്ളി എന്ന് പറയുന്നത് സാമാന്യമായിട്ട് UDFിന്റെ ഭാഗം തന്നെയാണ്. ആ പള്ളി വോട്ടുകളിൽ എപ്പോഴും അത് UDFിന് അനുകൂലമായി നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ വോട്ടുകൾ, അത് കത്തോലിക്ക സഭയുടെ വോട്ടുകൾ നമ്മൾ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൽ കത്തോലിക്ക സഭയിലെ വിശ്വാസികളിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് കോൺഗ്രസിന്റെ വോട്ടാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ വോട്ടാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സാമുദായികമായിട്ട് ആലോചിക്കുന്നവർ ചാഴികാടന്റെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ അതിൽ കുറെ വോട്ടുകൾ ചാഴികാടനിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. 2019 ഇപ്പോൾ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യം ശ്രീ CL തോമസ് സൂചിപ്പിക്കുകയുണ്ടായി. 2019 കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്, ഇപ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ഇപ്പോൾ UDFിലുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് PC തോമസ്. അന്ന് അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് അദ്ദേഹം 2019 മത്സരിക്കുമ്പോൾ നേടിയത് 1,54,658 വോട്ടാണ്. ആകെ പോൾ ചെയ്തതിൻ്റെ ഏതാണ്ട് 17.4%. 2014 മറ്റൊരു കേരള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയെയാണ് NDA മത്സരിപ്പിച്ചത്, നോബിൾ മാത്യു. അന്ന് നേടിയത് 5.3% വോട്ടാണ്. 2009 BJP നേരിട്ട് മത്സരിച്ചു. അതായത് പുതിയ കോട്ടയം മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2009 BJP നേരിട്ട് മത്സരിച്ചപ്പോൾ ആകെ കിട്ടിയത് 4.63%. PC തോമസ് മത്സരിച്ചപ്പോഴാണ് NDAക്ക് കൂടുതൽ വോട്ട് കിട്ടിയത്. BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ അത് എത്രത്തോളം എത്തും? PC തോമസിന് കിട്ടിയിടത്തോളം വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? BDJSന്റെ സ്കോപ്പ് എന്താണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ? കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന വൈക്കം നിയമസഭാ മണ്ഡലം എടുത്താൽ 2016 അവിടെ 22.77% BDJS മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. 2021 ആയപ്പോൾ പക്ഷേ അത് 9.37% കുറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ BDJS നേടിയത് 20.82% വോട്ടാണ്. 2021 അത് BJP ഏറ്റെടുത്ത് മത്സരിച്ചപ്പോൾ ആ വോട്ട് വലിയ തോതിൽ കുറയുകയും ചെയ്തു. ഇത്തരം കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. BDJSന് വൈക്കത്തും ഏറ്റുമാനൂരും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 20% അതിന് മുകളിലോ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടി നോക്കിയിട്ടാണ് BDJS ആ സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് മത്സരിക്കുന്നത്. 2021 ഒരുപക്ഷെ വൈക്കത്ത് വോട്ട് കുറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഇടത് തരംഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാവണം. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് ഈ ഇടത് വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ നമ്മൾ നേരത്തെ സാമുദായിക കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നമുക്കറിയാം SNDP യോഗം ആണ് BDJS പത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. SNDP യോഗത്തിനും അല്ലെങ്കിൽ ഈഴവ സമുദായത്തിനും വളരെ വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഏറ്റുമാനൂർ. പക്ഷേ ഈഴവ സമുദായത്തിന് വലിയ
വലിയ തോതിൽ അംഗസംഖ്യയുള്ളതാണെന്ന് പറയുമ്പോഴും ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ, നമ്മൾ നേരത്തെ കത്തോലിക്ക സഭയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് അവർ CPM പ്രവർത്തകരാണ്. CPM-ന്റെ പ്രവർത്തകരാണ് അവരുടെ സമുദായം, വിനോദ സമുദായം. പക്ഷേ അപ്പോൾ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് BDJS സ്ഥാനാർത്ഥിയാണ്. അതിൽ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മകനായിട്ടുള്ള SNDP-യുടെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ്, അല്ലെങ്കിൽ BDJS-ന്റെ ഏറ്റവും വില കൂടിയ സ്ഥാനാർത്ഥി. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് 2021 ഇതിനിടയിൽ രാജീവ് പറഞ്ഞ PC തോമസ് മത്സരിച്ച് കിട്ടിയ വോട്ടിൻ്റെതാണ്. PC തോമസ് എന്നുള്ള വ്യക്തി അദ്ദേഹം നേരത്തെ NDA മുന്നണിയുടെ ഭാഗമായിരുന്നു. മൂവാറ്റുപുഴയിൽ NDA സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ മണ്ഡലമില്ല, മത്സരിച്ചിട്ടുണ്ടെന്നല്ല, അവിടുന്ന് വിജയിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ കാലാവധി കഴിയാറായപ്പോഴത്തേക്കും ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചെങ്കിൽ പോലും പാർലമെന്റിന്റെ കാലാവധി കഴിയാറായ സമയത്ത് അത് ഇലക്ഷൻ കേസിൽ അത് റദ്ദാക്കപ്പെടുകയും ചെയ്തു. പക്ഷേ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം പാർലമെന്റിലേക്ക് NDA സ്ഥാനാർത്ഥിയായി നേരത്തെ ജയിച്ചിട്ടുണ്ട്. ഇത് കേരള കോൺഗ്രസ് ഉണ്ടായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം. നമുക്കറിയാം, PT ചാക്കോ അല്ല കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. PT ചാക്കോ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ ആലോചിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല. പക്ഷെ കോൺഗ്രസ് അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രബലനായ ക്രിസ്ത്യൻ നേതാവായിരുന്നു PT ചാക്കോ. അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനം പോയത് PT ചാക്കോയ്ക്കെതിരെ പ്രവർത്തിച്ചത് ആർഷക്കറാണെന്നുള്ള, മുഖ്യമന്ത്രിയായിരുന്ന ആർഷക്കറാണെന്നുള്ള ഒരു വിശ്വാസവും PT ചാക്കോയുടെ അണികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് PT ചാക്കോ എന്നുള്ളത് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം കോട്ടയം ജില്ലയിലെങ്കിലും വലിയൊരു വികാരമാണ് ഇന്നും. PT ചാക്കോയെ ആരാധിക്കുന്ന എത്രയോ ആളുകൾ കോട്ടയത്ത്. ആ PT ചാക്കോയുടെ മകനാണ് PC തോമസ്. അതുകൊണ്ട് തന്നെ PC തോമസിന് കിട്ടിയ വോട്ട് BJP വോട്ടായിട്ട് കോട്ടയത്ത് കണക്കാക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ആ PC തോമസിന് കിട്ടിയ വോട്ടിന്റെ ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി എത്തിയാൽ ഇക്കുറി അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതിന് നമുക്കൊരു ഈ അസംബ്ലി രാജീവ് പറഞ്ഞ കാര്യത്തിലുണ്ട്. ഇപ്പം 2021 VN വാസവൻ മത്സരിച്ചപ്പോൾ CPM-ന് കിട്ടിയത് 46.2% വോട്ട്, അതായത് 58,289, ഏറ്റവും കാര്യമാണ്. ഇവിടെ BJP-യുടെ TN ഹരികുമാർ ആയിരുന്നു 2021 സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 13,746 വോട്ടാണ് കിട്ടിയത്, അതായത് 10.9% വോട്ട്. അതിനാറിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ BDJS സ്ഥാനാർത്ഥി AG തങ്കപ്പൻ മത്സരിച്ചപ്പോൾ 27,540 വോട്ട്, അതായത് 20.82%. ആ വർഷത്തെ അന്ന് സുരേഷ് കുറുപ്പായിരുന്നു ഏറ്റുമാനൂരിന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. സുരേഷ് കുറുപ്പിന് കിട്ടിയത് 53,805 വോട്ട്, അതായത് 40.67%. അപ്പോൾ AG തങ്കപ്പം മത്സരിച്ചപ്പോൾ CPM-ന് 40.69%. അതേസമയം TN ഹരികുമാർ മത്സരിച്ചപ്പോൾ 10.9% കിട്ടിയത്. കിട്ടിയത് 46.2%. എന്ന് പറഞ്ഞാൽ 6% വോട്ട് VN വാസവൻ മത്സരിച്ചപ്പോൾ അധികമായി കിട്ടി. അവിടെ BDJS-ന് സ്ഥാനാർത്ഥിയായിരുന്നില്ല, BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത് എന്തെങ്കിലും സൂചനയാണെങ്കിൽ LDF-ന് അന്യത വീഴുന്ന വോട്ടിൽ ഒരു ഭാഗം ചിലപ്പോൾ BDJS പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് വൈക്കത്തെ കണക്ക്. അതായത് എന്ന് പറഞ്ഞാൽ 20% വോട്ട് പിടിച്ചതിന് 20% CPM-ന്റെ വോട്ടൊന്നുമില്ല, അത് BJP-യുടെ വോട്ടും ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ BJP സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ CPM-ന് 40% വോട്ടാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കിട്ടിയത്. അത് നേരെ തിരിച്ചാണ്. BJP സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുകയും BDJS സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ 40% വോട്ടും. അത് ഒരു BJP സ്ഥാനാർത്ഥി BDJS അല്ലാത്ത സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 46%. അപ്പൊ ഇതിന്റെ ഒരു 6%, ഇത് ആരുടെ വോട്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഒരു പക്ഷേ അത് പ്രതിഫലിച്ചേക്കാം ഈ തെരഞ്ഞെടുപ്പ്. റൈറ്റ്. ഈ കാൽക്കുലേഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ BJP സഭാ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ക്രിസ്തീയ വിഭാഗങ്ങളിലേക്ക് കടന്ന് ചെല്ലാൻ BJP നടത്തിയ ശ്രമങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ
RSS അജണ്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ സഭാ നേതൃത്വത്തിലെ ചിലരെങ്കിലും ശ്രമിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമുദായത്തിനുള്ളിൽ ചെറുതായെങ്കിലും കൃസംഖ്യവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ NDAയുടെ വോട്ട് വിഹിതം പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കും എന്ന് കരുതണോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കൃസംഖ്യവൽക്കരണം അത് കോട്ടയത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമൊക്കെ തന്നെയാണ്. പക്ഷേ കോട്ടയത്തെ സഭാ നേതൃത്വം ഒരിക്കലും BJPക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഭ BJPക്കൊപ്പം നിൽക്കും. കുറേ ആളുകൾ അതിന് പക്ഷേ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം. എന്തായാലും കുറേ ആളുകൾ ഒരുപക്ഷെ BJPയുടെ കൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ സഭ ആ നിലയ്ക്ക് BJP അനുകൂല നിലപാട് ഇവിടെ എടുത്തിട്ടില്ല. അതുകൊണ്ട് പൊതുവിൽ ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കാവുന്ന പോലെ സംഭവിക്കുന്ന BJPയിലേക്കുള്ള ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് ഇവിടെയും പ്രതിഫലിച്ചേക്കാന്നുള്ളതിനോ കവിഞ്ഞ് ഈ സഭയുടെ നിലപാട് കൊണ്ട് BJPക്ക് അനുകൂലമായ ഒരു വോട്ട് വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മൾ കോട്ടയം എടുത്തു കഴിഞ്ഞാൽ റബ്ബർ വില അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എല്ലാ കാലത്തും റബ്ബറിന് വില കുറയുന്ന ഘട്ടത്തിൽ അത് അവിടുത്തെ വിപണികളെ വലിയ തോതിൽ ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അവിടുത്തെ മൊത്തം സമ്പദ്ഘടനയെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. റബ്ബറിൻ്റെ താങ്ങുവില 10 രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഈ കഴിഞ്ഞ ബജറ്റിൽ അത് വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മിന് പോലും അതൊരു പരാതിയായിട്ടുണ്ട്. അതിൻ്റെ മറ്റ് ഘടകങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന മറ്റ് പരാതികളും ഒക്കെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായത്തെ ഒരുപക്ഷെ സ്വാധീനിക്കാവുന്ന ഘടകമാണ്. അതിന് പുറമെയാണ് ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടിനെ തിരുത്തിയത്. ഇത് ആദ്യം പറഞ്ഞ റബ്ബറിൻ്റെ വില അത് എത്രത്തോളം പ്രധാന വിഷയമാണ് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ തിരുത്ത്, CPIM കേരള കോൺഗ്രസ് ബന്ധം അത് നേരത്തെ മുതൽ തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മുകാർ പൂർണ്ണമായി ഇടതുപക്ഷത്തേക്ക് ചായുക എന്നുള്ളത് അവർക്ക് മാനസികമായി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ തിരുത്ത് ഈ പാർട്ടികൾ തമ്മിലുള്ള പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇതിന് റബ്ബറിൻ്റെ കാര്യം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഒരു കാലത്ത് കോട്ടയത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് റബ്ബർ തന്നെയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായ തോതിലല്ലെങ്കിലും വളരെ ശക്തമായ സാമ്പത്തിക മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന കോട്ടയത്തിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ റബ്ബറിൻ്റെ വില വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയമില്ല. അതുകൊണ്ട് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബറിൻ്റെ വില കൂടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെ വിചാരിച്ചത്ര കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനകത്ത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് റബ്ബറിൻ്റെ വില കുറയുന്നു എന്നുള്ളതും അതിൽ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതും കോട്ടയത്തെ സാമാന്യമായ റബ്ബർ കർഷകർക്ക് അറിയാവുന്ന കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ 10 രൂപയെങ്കിൽ 10 രൂപ കൂട്ടി എന്നുള്ളത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം സൃഷ്ടിക്കാൻ ഇടയില്ല. അതുകൊണ്ട് റബ്ബർ വില കൂട്ടാൻ വേണ്ടി നിലപാടെടുക്കുന്ന അതിനൊപ്പം തന്നെയായിരിക്കും എല്ലാ കാലത്തും കോട്ടയം ഉണ്ടാവുക. അതിനാവട്ടെ തോമസ് ചാഴികാടൻ ഈ റബ്ബർ വില പാർലമെന്റിൽ കാര്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റബ്ബർ സംബന്ധമായിട്ടുള്ളൊരു കാര്യം അതൊരു LDFന് എതിരെ വരുന്ന ഒരു കാര്യമായി വരും എന്ന് എനിക്ക് കരുതാൻ ന്യായങ്ങളില്ല. പിന്നെ മുഖ്യമന്ത്രി തിരുത്തി എന്നുള്ളത് വലിയ ചർച്ചയൊന്നും ആയിട്ടുണ്ടോ തോന്നില്ല. ഇവിടെ കേരള കോൺഗ്രസ്സിന് കുറെ പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തേക്ക് വരാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഈ മുഖ്യമന്ത്രി തോമസ് ചാഴികാടനെ ശാസിച്ചു അല്ലെങ്കിൽ ശാസിച്ചില്ല, ഇതിലെന്തുണ്ടായാലും ഇത് കേരള കോൺഗ്രസിനും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആ പാർട്ടിയുടെ സ്വഭാവത്തില് അതിൻ്റെ അണികളിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്. അത് ഇത്രയും കാലം കൊണ്ടു നടന്ന 100% ആളുകൾക്കും അത് കൊണ്ടു നടന്നവരിൽ 100% ഒരുപക്ഷെ ഇടതുപക്ഷത്തോട് ചേരാൻ കഴിയും എനിക്ക് തോന്നില്ല. പക്ഷേ ഫീൽഡിൽ ഞാൻ കോട്ടയത്തെ പല മേഖലകളിലും യാത്ര ചെയ്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം,
കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ളവർ പൂർണ്ണമായും ഇടതുപക്ഷത്ത്, പ്രത്യേകിച്ച് CPM ആണ് ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്നത്. അതിൽ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ ഇറങ്ങുന്നു. പക്ഷേ നമ്മൾ CPM പോലെയാണ് കേരള കോൺഗ്രസ് എന്ന് കരുതരുത്. കേരള കോൺഗ്രസിന്റെ പുറത്തേക്കിറങ്ങുന്ന പ്രവർത്തകരല്ല, വാസ്തവത്തിൽ അകത്തിരിക്കുന്ന ആളുകളാണ് അവരുടെ ബലം എന്ന് പറയുന്നത്. ഈ അകത്തിരിക്കുന്ന ആളുകളിൽ ഒരു ചെറിയ പക്ഷത്തിന് ഇടതുപക്ഷത്തോട് ചേരാൻ കഴിഞ്ഞേക്കില്ല. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. ഇത് ഞാൻ പറയുന്നത് ചെറിയൊരു വിഭാഗത്തിന് എന്നാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ 3 അസംബ്ലി മണ്ഡല അനുഭവമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസ്സുകാർ ജയിച്ചു. അതേപോലെ ഏറ്റുമാനൂരിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് VN വാസവൻ ജയിച്ചത്. അപ്പോൾ ഈ ഐക്യമുന്നണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകേണ്ട വോട്ട് എന്നുള്ളത് സാമാന്യമായി ഈ മുന്നണിയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കേരള കോൺഗ്രസ് UDFിൽ നിന്നാൽ കിട്ടുമായിരുന്ന അത്രയും എണ്ണം വോട്ടായി കണക്കാക്കുന്നത് കാര്യം. കൗതുകരമായ കണക്കാണ് കോട്ടയത്തെ കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചുള്ളത്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയിലെ സ്വാധീനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ജയിക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ UDFിലേക്ക് മടങ്ങണമെന്ന് എപ്പോഴെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ വിലപേശാനും കോട്ടയത്തെ ജയം അവർക്ക് കിട്ടിയേ തീരൂ. ആ നിലയ്ക്ക് ശക്തമായ രംഗത്തുണ്ടോ പാർട്ടി എന്നൊരു ചോദ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് അവർക്കറിയാം, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ കേരള കോൺഗ്രസ് എല്ലാ കാലവും LDFിൽ നിന്നുകൊള്ളും എന്ന് LDF പോലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പോലൊരു ജില്ലയിൽ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് പോലൊരു പാർട്ടി LDF ഉള്ളത് അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് CPMന് കേരള കോൺഗ്രസ് പൂർണ്ണമായിട്ടും LDFിനൊപ്പം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇന്നിപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ നോക്കിയാൽ CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന് സമമായിട്ടാണ് CPMക്കാർ കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറയാം, ഇത് ഇവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇവിടെ ജയിക്കാൻ കഴിഞ്ഞാൽ അവരുടെ വിലപേശൽ ശക്തി അത് UDFുമായിട്ടായാലും LDFുമായിട്ടായാലും ഇന്നുള്ളതിനേക്കാൾ വളരെയധികം വർദ്ധിക്കും എന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് നേതൃതലത്തിലുള്ളവർ വളരെ ശക്തമായി കളത്തിലുണ്ട്, അവർ ശക്തമായി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് കേരള കോൺഗ്രസിൽ UDFിൽ നിന്നാൽ കിട്ടുമായിരുന്ന മുഴുവൻ വോട്ടുകളെയും LDF പാളയത്തിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം ഉപകരിക്കുമെന്നുള്ളത് നമുക്ക് വോട്ടെണ്ണൽ കഴിഞ്ഞ് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് അതേക്കുറിച്ച് നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത് അത്രയും UDFിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അത്രയും വോട്ട് LDFിലേക്ക് വരാൻ പറ്റും. പക്ഷേ വരുന്ന വോട്ട് പോലും LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയാണ്, വലിയ നേട്ടം ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ആ ചെറിയ വോട്ടുകൾ ചെറുതല്ല, ഞാൻ പറഞ്ഞത് കുറച്ച് പൂർണ്ണമായിട്ടും വന്നില്ലെങ്കിലും വരുന്ന വോട്ടുകൾ പോലും LDFിന് നേട്ടമാണ്. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിലപേശൽ ശക്തി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് അവരുടെ വോട്ടുകളെ പൂർണ്ണമായും അവർ കളത്തി നടത്താൻ ശ്രമിക്കും എന്നതിന് സംശയമില്ല. അതിനുള്ള പ്രവർത്തനം അവർ നടത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതേ പ്രതിസന്ധി അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ കേരള കോൺഗ്രസ് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിനും ബാധകമാണ്. അവർക്കും പ്രധാന മത്സരമാണ്. UDFിൽ അവരുടെ ഇടം വലുതാക്കണമെങ്കിൽ കോട്ടയത്ത് ജയിച്ചേ മതിയാവൂ. അതേസമയം കടുത്തുരുത്തി മണ്ഡലം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മോൻസ് ജോസഫ്, അദ്ദേഹം താൻ പേരുമയോടുകൂടിയാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ച് സജി മഞ്ഞക്കടപ്പൻ രാജിവെക്കുക, ഇത്തരം പ്രശ്നങ്ങൾ കേരള കോൺഗ്രസിലുണ്ട്. PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യമോ അത് എത്രത്തോളം വലുതാണ്? ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അത് PJ ജോസഫിൻ്റെ ഇവിടുത്തെ സംഘടനാ നേതാക്കളൊക്കെ രംഗത്തുണ്ട്. പക്ഷെ നാട്ടുപുറങ്ങളിൽ ഒന്നാമത് PJ ജോസഫിൻ്റെ സ്വാധീനം അത്രയ്ക്കൊന്നുമില്ല. നാട്ടിൻപുറങ്ങളിൽ അവരുടേതായ പ്രവർത്തകർ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല തരം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ സജി മഞ്ഞക്കടമ്പിനെ പോലുള്ള ആളുകൾ പോയത് അവർക്ക് ചെറിയ ഒരു അടി തന്നെയാണ്. അതല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ PJ ജോസഫ് അല്ല, അല്ലെങ്കിൽ PJ ജോസഫിന്റെ പാർട്ടി അല്ല UDFിന്റെ വിജയത്തെ ഇവിടെ നിർണ്ണയിക്കുന്നത്.
ഇവിടെ UDFന്റെ വിജയത്തെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് വിജയത്തെയും പരാജയത്തെയും തീരുമാനിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ വാസ്തവത്തിൽ കോട്ടയത്ത് നടക്കുന്ന 2 കേരള കോൺഗ്രസുകൾ തമ്മിലാണ് മത്സരമെങ്കിലും CPM-ഉം കോൺഗ്രസും തമ്മിലാണ് യഥാർത്ഥ മത്സരം. UDFന്റെ കോൺഗ്രസിൻ്റെ സ്വാധീനം അതിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ തെളിവാണ്. ആ സ്വാധീനത്തെ ചാഴിക്കാടൻ്റെ വ്യക്തിപ്രഭാവം കൂടി ഉപയോഗിച്ച് മറികടക്കുക, അതാണ് ഇടതുമുന്നണിയുടെ തന്ത്രം. തീർച്ചയായിട്ടും അതായത് ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് ഒരു പറയാം 1,06,000 വോട്ടിന് ഭൂരിപക്ഷമാണ് ചാഴികാടൻ. കേരള കോൺഗ്രസും കൂടെ UDFിൽ നിന്നപ്പോൾ ചാഴികാടന് കിട്ടിയ ഭൂരിപക്ഷം. അപ്പം ചാഴികാടൻ ഇപ്പോൾ LDFിലാണ് എന്ന് പറഞ്ഞാൽ 50,000 വോട്ടിൻ്റെ ശക്തി പാർലമെന്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന് കാണിക്കാൻ പറ്റിയാൽ വേണമെങ്കിലും ജയിക്കാം എന്നാണല്ലോ ഇതിൻ്റെ. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 50,000-ലേറെ വോട്ടുകൾ മാറ്റാൻ പറ്റിയാൽ അതത്ര വലിയ ഒരു കാര്യമല്ല. രാഷ്ട്രീയമായിട്ടുള്ള ജന അഭിപ്രായം ആ മുന്നണിക്കൊപ്പമാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പോലെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ, അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പോലെ അല്ല ഇക്കുറി സംഭവിക്കാനും പോകുന്നത്. അതിന് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എന്താ പറയുക, UDFന്റെ 19 സീറ്റിന്റെ വിജയത്തിന്, അത് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘടകങ്ങൾ അനുകൂലമായിട്ടുണ്ടായിരുന്നപ്പോൾ ചാഴികാടൻ ലഭിച്ച ഭൂരിപക്ഷം 1,00,000 വോട്ടാണ്. ആ പാർട്ടി ഒന്നാകെ LDFിലേക്ക് പോരുകയും ചെയ്തു. അപ്പോൾ ചാഴികാടൻ്റെ കൂടെ, അല്ലെങ്കിൽ ചാഴികാടൻ LDFിലേക്ക് പോന്നപ്പോൾ ചാഴികാടൻ്റെ അന്ന് നൽകിയ ഭൂരിപക്ഷത്തെ 60,000 വോട്ട് കൂടെ പോന്നാൽ ചാഴികാടന് ജയിക്കാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം സാമാന്യമായിട്ട് അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരാൾ ആ രാഷ്ട്രീയമായിട്ടുള്ള സാധ്യത ആർക്കാണ് എന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലാതെ ഒരാൾ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഭൂരിപക്ഷം കൂടെ പോകും അങ്ങനെയല്ലല്ലോ. നമ്മൾ കണക്ക് പറയുമ്പോൾ ഇതൊക്കെ പറയാം എന്നുള്ളതാണ്. അതെ, രാഷ്ട്രീയമായി UDF മുന്നണിക്കാണ് കേരളത്തിൽ തോന്നെ ഒരു ശക്തി, അല്ലെങ്കിൽ അതിനൊപ്പമാണ് ജനങ്ങളെങ്കിൽ UDFിനാണ് കൂടുതൽ സാധ്യത. അതല്ല, അതൊരു ബലാബലമാണ് സംഭവിക്കുന്നത്. ഈ ബലാബല സൂചനയാണ് ദിവസങ്ങൾ കഴിയുന്നതും ഞാൻ മനസ്സിലാക്കുന്നത്. ബലാബലമാണെങ്കിൽ കോട്ടയത്തെ മത്സരം തീവാറുന്ന മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നു. റൈറ്റ്, കോട്ടയത്ത് മത്സരം പ്രവചനാതീതമാണ്. ഇടതുമുന്നണിയുടെ ഭാഗമായി മാറുകയും മുമ്പില്ലാത്ത വിധത്തിൽ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി അതിനെ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എം മാത്രമല്ല, CPM വളരെ ശക്തമായി തന്നെ അവരുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ തോമസ് ചാഴിക്കാടൻ്റെ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് UDFിൻ്റെ ശക്തി കേന്ദ്രമാണ്, കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഈ മത്സരത്തിൽ എവിടെ നിൽക്കും ജനം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കേരള കോൺഗ്രസിൻ്റെ ശാക്തിക ബലാബലം, അതിൽ ആര് മുന്നിൽ എന്നുകൂടി, അതായത് കേരള കോൺഗ്രസ് എം ആണോ, PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ആണോ എന്നതുകൂടി ഈ 2024 കോട്ടയത്തെ ഫലം നിർണ്ണയിച്ചേക്കും.